നാളെ നമ്മുടെ സംസ്ഥാന ബജറ്റാണ്. എന്തായിരിക്കാം ധനമന്ത്രി ഇത്തവണ ബജറ്റിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം സവിശേഷമായൊരു സാമ്പത്തിക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയ സാമ്പത്തിക ഉപരോധം എന്ന് തന്നെ പറയാം. ആ സാമ്പത്തിക ഉപരോധത്തിൽ സംസ്ഥാനം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും സംസ്ഥാനത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിനും ധനമന്ത്രിക്ക് മുൻപിലുള്ളത്. ആ ഉത്തരവാദിത്വം ധനമന്ത്രി എങ്ങനെ നിറവേറ്റുമെന്നറിയാനാണ് നാളെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ നാളെ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാനം. കേന്ദ്ര നടപടികൾ മൂലമുള്ള സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തതാവും ഇത്തവണത്തെയും ബജറ്റ്. വരുമാന വർധനവ് കൂടി ലക്ഷ്യമിടുന്നതാണ് ബജറ്റെന്ന് ധനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബജറ്റായിരിക്കുമെന്ന് ധനമന്ത്രി പറയുകയുണ്ടായി. നോക്കാം, തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ഈ ബജറ്റിന്റെ പ്രതീക്ഷകളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സുലേഖ, ഗുഡ് മോർണിംഗ്. സുലേഖ, സവിശേഷമായൊരു സാമ്പത്തിക സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം മൂലം വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. പക്ഷേ അതിനിടയിലും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. ആ പശ്ചാത്തലത്തിലാണ് നാളെ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ധനമന്ത്രി ഇന്നലെ തന്നെ പറയുകയുണ്ടായി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബജറ്റാകും. വരുമാന വർധന ലക്ഷ്യമിടുന്നുണ്ട്, ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ആ രീതിയിലെല്ലാം സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകൾ ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. എന്തായാലും നാളെ ബജറ്റ് അവതരിപ്പിക്കാൻ ഇരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ്, ആ രീതിയിലുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് കേരളം പ്രതീക്ഷിക്കുന്നത്? മനു, തീർച്ചയായും നാളെയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് ഈ ബജറ്റിൽ, നാളെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ സംസ്ഥാനത്തിനും ഒപ്പം ജനങ്ങൾക്കും ആകെ തന്നെയും ഉള്ളത്. ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഇത് ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ സാധാരണ ജനങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ബജറ്റായിരിക്കും ഇത്തവണത്തേത് എന്നത് നേരത്തെ തന്നെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയതാണ്. അതിനൊപ്പം തന്നെ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രം തുടരുന്നൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ അത് കേരളത്തിലുണ്ട്. വലിയ രീതിയിലുള്ള അവഗണനയാണ് കേരളത്തിന് കേന്ദ്രം നൽകുന്നത്. അത് GST നഷ്ടപരിഹാരമായാലും, വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന ഒരു കാര്യത്തിലായാലും, കുടിശ്ശികയായി കിടക്കുന്ന നഷ്ടപരിഹാരമായാലും, ഇതിലൊക്കെ തന്നെയും വലിയൊരു അവഗണനയാണ് കേരളത്തിന് കേന്ദ്രം നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളം സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് നമുക്ക് അറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ബജറ്റ് വരുന്നത്. വലിയ പ്രതീക്ഷ, അത് ഈ സാമ്പത്തിക ഞെരുക്കത്തിനെ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ, ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ഈ പദ്ധതി വിഹിതമൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇതാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ളൊരു ബജറ്റ് അവതരിപ്പിക്കാൻ എന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ പൊതുജനങ്ങൾക്ക് ഏതൊക്കെ പദ്ധതികൾ പൊതുജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലായിരിക്കണം. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ഈ ബജറ്റിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിന് നേരെ തിരിച്ച് വിപരീതമായിരിക്കും സംസ്ഥാന ബജറ്റ് എന്നാണ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ജനങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട്, ജനങ്ങൾക്ക് പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് ഉതകുന്ന രീതിയിലായിരിക്കും ബജറ്റിലെ പദ്ധതികളും ഒപ്പം പദ്ധതി വിഹിതവും ഒക്കെ തന്നെയും എന്നാണ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഈ ഒരു വർഷക്കാലം സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനത്തിലുണ്ടായ വളർച്ച അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ ബജറ്റ്. അതിനൊപ്പം തന്നെ IT, ടൂറിസം മേഖലകളിലൊക്കെ തന്നെ, നൂതന സാങ്കേതിക വിദ്യ എന്ന മേഖലകളിലൊക്കെ തന്നെയും വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളെ കൂടി പരിഗണിച്ചുകൊണ്ടാകും ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ് എന്നത് കൂടി നമുക്ക് പറയാൻ കഴിയും. അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതി. അതിനും ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി മെയ് മാസത്തോടുകൂടി അതിൻ്റെ ആദ്യ കമ്മീഷനിങ് നടക്കും. ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വലിയൊരു സാമ്പത്തിക നേട്ടമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാവുക. ഈ വിഴിഞ്ഞ പദ്ധതിക്കും പ്രത്യേകമായ ഒരു പരിഗണന നൽകിക്കൊണ്ട്, വിഴിഞ്ഞ പദ്ധതിക്കും പ്രത്യേകമായ പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാനത്തെ ബജറ്റ് ഉണ്ടാവുക. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിൽ നികുതി വർധനവ് ഉണ്ടാകുമെന്ന് കൂടി മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ഈ നികുതി വർധനവ് ഒരിക്കലും ഒരു ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല. കൃത്യമായും കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട നികുതി പിരിവുകളുണ്ട്. അതിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വർധനവ് ഉണ്ടാവുക എന്നുകൂടി മന്ത്രി
മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിലായിരിക്കും ഈ നികുതി വർധനവ് ഏർപ്പെടുത്തുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രം വലിയൊരു അവഗണന, അത് സാമ്പത്തിക രംഗത്തിലായാലും ഒക്കെ തന്നെയും വലിയൊരു അവഗണന കേരളത്തിന് മേൽ നടപ്പിലാക്കുന്നുണ്ട്. ഈ അവഗണനകളെ ഒക്കെ തന്നെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ സംസ്ഥാന ബജറ്റ് വരുന്നത്. ഈ സംസ്ഥാന ബജറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു ബജറ്റ് ഉണ്ടാവുക. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ സംസ്ഥാനത്തിന് തനത് സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ സാമ്പത്തിക ഞെരുക്കത്തെ മറികടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വരുമാനം, സംസ്ഥാനത്തിൻ്റെ തനത് സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കുക എന്നതുകൂടി ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് ആ ഒരു കാര്യത്തിലാണ് വിഴിഞ്ഞം പദ്ധതിക്കൊക്കെ തന്നെയും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നീക്കിയിരിപ്പ് വിഴിഞ്ഞം പദ്ധതിക്കൊക്കെ തന്നെയും നൽകുന്നത്. അതിനൊപ്പം തന്നെ ഈ തനത് സാമ്പത്തിക വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം ഈ യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് ഈ തൊഴിലവസരം സംസ്ഥാനത്തിന് സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കുക എന്നതുകൂടി ഈ ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക വരുമാനം ലക്ഷ്യമിട്ടുകൊണ്ട് സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിലായിരിക്കും ഇപ്രാവശ്യത്തെ ബജറ്റ് എന്നതാണ് മനു. ശരി സുലേഖയാണ് ഈ ബജറ്റിന്റെ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ധനമന്ത്രി നാളെ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. കാരണം സംസ്ഥാനം കടന്നു പോകുന്ന ഒരു ഗൗരവതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ വിഷയമുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് കേന്ദ്ര സർക്കാർ നമുക്ക് നേരെ നടത്തുന്ന വലിയ സാമ്പത്തിക അവഗണനയുടെ ബാക്കി പത്രമാണ് സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനിടയിലും സാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോവുക എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങൾക്കും ഒന്നും മുടക്കമില്ലാത്ത രീതിയിൽ തന്നെ, എന്നാൽ വരുമാനത്തിന്റെ പുതിയ സാധ്യതകൾ തേടിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ധനമന്ത്രി അവതരിപ്പിക്കും.